നമ്മളൊന്ന് എന്ന നാടകം അണിയറയിൽ ശശി തച്ചപ്പള്ളി, പ്രതാപൻ കുറുവത്ത്, OK വാസു, സുനീലി അരുൺകുമാർ, പയ്യപ്പാട്ട് പുരുഷു, സാൻഡോ, ശാന്തകുമാരി, സ്മിനേഷ് പണിക്കർ. രചനാ സംവിധാനം ബാബു വൈരാശ്ശേരി. അടുത്തൊരു മീറ്റിംഗിന് പോകേണ്ടതാ. എത്ര നേരം കാത്തിരിക്കും? ആഹാ, എല്ലാവരും കൃത്യനേരത്തെ എത്തിയിട്ടില്ലോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഏറെ കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വായനശാലയും വയോജന ക്ലബും നമുക്ക് ആവശ്യമാണ്. സ്വന്തമായി കെട്ടിടമില്ലാത്തതിനാൽ ഭൂമിയില്ലാത്തതിനാൽ നമുക്ക് കെട്ടിടം നിർമ്മിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിനൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. നമ്മുടെ ഗോവിന്ദ മാഷ പേരിലുള്ള 5 സെന്റ് ഭൂമി നമുക്ക് തരാമെന്ന് വെച്ചിട്ടുണ്ട്. ഞാനിവിടുത്തെ നേതാവാണോ? നമ്മുടെ ഗോവിന്ദ മാഷ മൂത്ത മകൻ പവിത്രൻ നമുക്ക് ഒപ്പിട്ട് തരില്ലാതെ പറയും. പവിത്രനോ 24 മണിക്കൂറും കള്ളു കുടിച്ച് നടക്കുന്നവനാ. അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ല മാഷേ, നമുക്ക് പവിത്രനോട് സംസാരിച്ചാലോ? ആളോട് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് കേറണ്ടേ? പവിത്രന്റെ ഒപ്പ് കിട്ടിയാൽ നമുക്ക് പണി തുടങ്ങാം. ഗോവിന്ദ മാഷ മക്കളൊന്നും നമുക്കെതിരല്ല. ഞാൻ സംസാരിച്ചോളാം. നമ്മുടെ നാടിന്റെ ഒരു ആവശ്യമായി പോയില്ലേ? ഒരു 100 കൂട്ടം ജോലികളാ. എന്തെല്ലാം ചെയ്യണം? വെള്ളം കോരണം, വിറക് വെട്ടണം, അതേപോലെ തന്നെ അകം തുടയ്ക്കണം. ഇതൊക്കെ ചെയ്താലും ഒരു കാര്യം കേട്ടാ, ഒരു കാര്യത്തിനും വേറൊരുത്തേക്കും പോണ്ട. എനിക്കിതൊക്കെ കഴിഞ്ഞിട്ട് വേണം ജോലിക്ക് പോവാൻ. ആരോട് പറയാനാ? ഞാൻ കള്ളുകുട്ടിക്ക് ശരി തന്നെയാ. നല്ല തന്തേര കാശുണ്ടെന്നല്ലോ മനുഷ്യ. നിങ്ങള് നേരം വെച്ചാകുമ്പോ എഴുന്നേറ്റ് പോയതല്ലോ. നിങ്ങൾക്ക് വല്ല പണിക്ക് പോകൂടെ? പണിക്ക് പോവില്ലടി. പണിക്ക് പോയില്ലെങ്കിൽ കള്ളുകുട്ടിക്കുള്ള കാശ് ഉണ്ടാക്കും. നാട്ടുകാരെ കയ്യിൽ നിരന്നിട്ട് ആവശ്യത്തിനുള്ള കാശ് എനിക്ക് കിട്ടും. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരണ. ഞാൻ ഗോവിന്ദ മാഷിന്റെ മൂത്ത മോൻ. എന്റെ അച്ഛന്റെ ശിഷ്യഗണങ്ങൾ ഇവിടെ അനവധിയുണ്ട്. അവരെനിക്ക് കാശ് തരും. എങ്ങനെയാന്നറിയോ? ഗുരുദക്ഷിണ. അച്ഛന്റെ ഗുരുദക്ഷിണ മോന് കൊള്ളാം. എന്റെ പവിത്രേട്ടാ, എന്താ ഇങ്ങനെ? നമ്മുടെ മകൻ വളർന്നു വരല്ലേ? ഞാനേ കാലയെ കൂടെ വെള്ളം ഒഴിച്ചു പറഞ്ഞിട്ടുണ്ട്. ആരത്? ഇവിടെ തോറ്റ മെമ്പറാ. എന്താണാവോ ഈ വഴിക്കൊക്കെ കാര്യം. ഞാൻ ഇലക്ഷനിൽ നിന്നു, ഭംഗിയായി തോറ്റു. തോറ്റെന്ന് കരുതി ഞാൻ പൊതുജനസേവനം നിർത്തിയെന്നാ കരുതിയോ? നിർത്താൻ പാടില്ല. ഇങ്ങനെ സേവിച്ചുകൊണ്ടേയിരിക്കണം. അതല്ലേ വേണ്ടത്. ഞാനിപ്പോ വന്നത് തന്നോട് വേറൊരു കാര്യം പറയാനാണ്. എന്താണാവോ? പവിത്രന്റെ അച്ഛൻ ഗോവിന്ദ മാഷ് നമ്മുടെ വായനശാലയ്ക്ക് വേണ്ടി ഒരു പത്രിക എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അതിൽ പവിത്രനൊന്ന് ഒപ്പിട്ട് തരണം. ഞാൻ ഒപ്പിട്ട് തരില്ല. അതെന്താ? തോറ്റ മെമ്പറെ, ഇവിടെ വായനശാലയാണോ ഒരു അത്യാവശ്യമുള്ള കാര്യം? വായനശാലയാണ് ഇവിടെ വേണ്ടത്. ഇവിടെ ഒരു ബീവറേജ് ഉണ്ടാ. ഞങ്ങൾ ഈ പാവപ്പെട്ട കുടിയന്മാര് കിലോമീറ്ററോളം പോയി അവിടെ ക്യൂല് നിന്നിട്ട് വേണം കുപ്പി മേടിച്ചിട്ട് വരാൻ. നിങ്ങളുടെ സങ്കടം ആരോട് പറയാനുണ്ടോ?
തന്നെ പോലെയുള്ള കുടിയന്മാരാണ് ഈ നാടിന് ശാപം. താനതിക്ക് ബീവറേജ് കൊണ്ടുപോവാ. പറഞ്ഞില്ലേ ഈ ആന്റണി ജീവിക്കുന്ന തന്നെ മദ്യം എന്ന മഹാവിപത്തിനെതിരെ പോരാടാനാണ്. നമ്മുടെ നാട്ടിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയക്കെതിരെയാണ് ഈ ആന്റണിയുടെ സമരം. പവിത്ര, തന്റെ മദ്യപാനം ഞാൻ അവസാനിപ്പിക്കണോ? താനോല്ലെത്തു കാണാ, ഇതിനേക്കാളും വലിയ മദ്യപാനികളെ ഞാൻ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് താൻ തോറ്റ മെമ്പറെ നമുക്ക് കാണാം. പതിവില്ലാതെ ഒന്നുമില്ല. അല്ല, നിന്റെ കണ്ണും മുഖമൊക്കെ എന്താ എങ്ങനെ ഇരിക്കണേ? നീ കണ്ണെഴുതിയുണ്ടോ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ അമ്മേ? എനിക്ക് കുറച്ച് പൈസ വേണം. എന്തിനാടാ നിനക്ക് പൈസ? ഹോസ്റ്റൽ ഫീസ് അടച്ചതല്ലേ? എനിക്ക് പല ആവശ്യങ്ങളുണ്ടാവും. അമ്മ അതൊന്നും അറിയണ്ട. എന്താ ഞാൻ അറിഞ്ഞാലേ? അറിയണ പറഞ്ഞത്. എടാ മോനെ, നിനക്കറിയാവുന്നല്ലടാ, ഒരു 10 ഉറുപ്പയുടെ കാശിന് ഞാൻ ഇവരെ ഇരുത്തിക്ക് ആരെങ്കിലും നിന്നെ വിട്ടുണ്ടാ? എടാ, അമ്മ മൈക്രോ ഫിനാൻസിൽ ലോൺ എടുത്തില്ലടാ നിന്റെ പഠിപ്പും വീട്ടിലെ കാര്യം കഴിക്കുന്നത്. പിന്നെ അച്ഛന്റെ കാര്യം ഞാൻ നിന്നോട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എനിക്കൊരാളുടെ കാര്യം അറിയണ്ട. മര്യാദ പൈസ ഇല്ലല്ലോ. മോനെ വേണ്ടടാ, എനിക്കിപ്പോ പൈസ വേണം. മര്യാദ പൈസ തന്നോ ഇല്ലേ? പൈസ വേണം, പണം വേണം, നീ എന്താ പറഞ്ഞേ? എനിക്ക് പൈസ തന്നോ? തള്ളി നോക്കുന്നില്ല. ഞാൻ കല്യാണി, എന്റെ മോൻ നല്ലവനാ, അവൻ നന്നായി പഠിക്കുന്നവനാ. നിനക്കറിയാലോ, അവൻ 10ലും +2നൊക്കെ ഫുൾ A+ മേടിച്ചുള്ളവനാ. അവനെ പഠിച്ച് നല്ലൊരു ഡോക്ടറാക്കണം, അതാണ് എന്റെ ആഗ്രഹം. മക്കളെ കുറിച്ച് ആദ്യപ്പെടാനേ നേരമുള്ളൂ. നീ അറിഞ്ഞ എന്താ? ആ തൊടിയിലെ ചെക്കനെ പോലീസ് പിടിച്ചു. എന്തിനെ? എന്തോ മയക്കുമരുന്ന് കേസാന്ന് പറയുന്നു. ഓ, എന്റെ കല്യാണി, മയക്കുമരുന്ന് കേസിന്റെ കാര്യം പറയാതിരിക്കാൻ നല്ലത്. എല്ലാ മുക്കിലും മൂലയിലും ഒക്കെ മയക്കുമരുന്ന് കച്ചവടാണ്. നമ്മുടെ കൊള്ളിക്കട അടക്കം മരുന്ന് കച്ചവടൊക്കെ. പിന്നെ കല്യാണി, ഈ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇപ്പൊ മയക്കുമരുന്ന് ജ്യൂസും മിഠായിയൊക്കെ ആയിട്ടാണെന്ന്. നമ്മളെ കുട്ടികളൊക്കെ ഒന്ന് സൂക്ഷിക്കണം, നല്ലതാട്ടാ. തോറ്റ മെമ്പറില്ലേ വന്നിട്ട് എന്നോട് പറയാം വായനശാലയ്ക്ക് വേണ്ടിട്ട് ഒപ്പിട്ട് കൊടുക്കാൻ. നമ്മുടെ തോറ്റ മെമ്പർ ആദ്യം ഓനോട് വന്നിരുന്നില്ലേ? ഞാൻ എന്താ ചെയ്യണ്ടെന്റെ ചെയ്താൽ നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കരുത്. ഒപ്പിട്ട് കൊടുക്കണ്ട അല്ലേ? അഥവാ ഒപ്പിട്ട ഒപ്പിനൊരു കുപ്പി. ഓക്കെ, ഒരു ഒപ്പിന് കുപ്പി. ഒരു നല്ല ഏർപ്പാടാണല്ലോ. ഒരു ഒപ്പിനൊരു കുപ്പി. അത് ചെയ്താല് പറഞ്ഞൊരു കാര്യം, ഒപ്പിനൊരു കുപ്പി. ആരാ ഇത്? ശരത്തിന്റെ വീടല്ലേ? അല്ലല്ലോ, ഇത് പവിത്രന്റെ വീടാ. ഗോവിന്ദൻ മാഷിന്റെ മകൻ പവിത്രന്റെ വീട്. ശരത്തിന്റെ മോനാ. നമ്മളാരണാവോ? ഞാൻ ജയകൃഷ്ണൻ, കോയമ്പത്തൂരിനാ വരുന്നത്. ശരത്തിന്റെ സുഹൃത്താ. ഡോക്ടറാണോ? ഡോക്ടറല്ല, പക്ഷേ മെഡിക്കൽ ആൻഡ് സോഷ്യൽ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഈ ശരത്തിനൊന്ന് കാണണം. അവൻ പുറത്തെവിടേക്കോ പോയിരിക്കുക. ഫുൾ ടൈം കറക്കാവൻ വന്നാലേ ചെല്ലപ്പോഴേ വീട്ടിലേക്കും വരുള്ളൂ. അപ്പോ അവൻ എവിടേക്കാണ് പോകുന്നത് ചോദിക്കാറില്ലേ നിങ്ങൾ? എന്തിനു ചോദിക്കണം? കഴിഞ്ഞ ദിവസം ക്യാമ്പസിൽ ഒരു സംഘർഷമുണ്ടായി. ലഹരിക്കടിമപ്പെട്ട ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തമ്മിലായിരുന്നു സംഘടനം. അതിലൊരു വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേറ്റു. നിങ്ങളുടെ മകൻ ശരത്താണ് ആ സംഘടനത്തിന് നേതൃത്വം കൊടുത്തത്. ശരത്ത് എന്റെ മകനൊന്നും ചെയ്യില്ല സാറേ. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി മാഫിയ പിടിമുറുക്കി കഴിഞ്ഞു. പവിത്ര, ഞാനിപ്പോ പോകുന്നു. ഇനിയും വരും. ശരത്തിനെ കണ്ട ഞാൻ മടങ്ങും. മാഷെ,
ഹലോ ഹലോ ബോസേ. ആ ഹലോ, ഞാനാ ശരത്ത്. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൊടി വേണം ബോസേ, പ്ലീസ്. എനിക്കതിലാണ്ട് പറ്റുന്നില്ല. തലയൊക്കെ ഇതേ പെരുക്കുക. നീ എന്താ ആകെ വല്ലാതിരിക്കണ? ഒന്നുമില്ല. നീ ലഹരി ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. പിന്നെ നീ എന്തിനാ കോളേജിൽ വഴക്കുണ്ടാക്കിയത്? നീ ലഹരി ഉപയോഗിക്കാറുണ്ടോന്നാ ചോദിച്ചത്. അച്ഛൻ ഇല്ലെന്നല്ലേ പറഞ്ഞത്? തൊട്ട് പറഞ്ഞേ. ഒരു അച്ഛൻ വന്നേക്കണോ? അച്ഛൻ ലഹരി ഉപയോഗിക്കാറില്ലേ? അച്ഛനെ വേണ്ടി ഞാൻ പറഞ്ഞത്. ഞാനും ലഹരി ഉപയോഗിക്കും. അച്ഛനാണെന്ന ധൈര്യത്തിൽ ഇനി എന്റെ നേർക്ക് വന്ന് അച്ഛനാണോ നീ നോക്കത്തില്ല? നീ ആരോടാ സംസാരിക്കാൻ? രണ്ടാളും കൂടി പറഞ്ഞത്. ഇനി എന്റെ നേർക്ക് വന്ന് വെച്ചേക്കത്തില്ല. നമ്മുടെ മോ ഇത്രത്തോളം വളർന്നു പോയിന്ന് മനസ്സിലാക്കാനുള്ള കഴിവെനിക്കുണ്ടായില്ല. അതെ, മാതാപിതാക്കളെ കണ്ടാണ് മക്കള് വളരേണ്ടത്. എന്റെ ഈ നശിച്ച മദ്യപാനമാണ് എന്റെ കുടുംബം ഇങ്ങനെയാക്കിയത്. തിരുത്തണം, എനിക്കെല്ലാം തിരുത്തണം. ഒരു വ്യക്തിയുടെ ജീവിത താളം തെറ്റിക്കുന്നു, ഒരു കുടുംബത്തെ നശിപ്പിക്കുന്നു, ഒരു സമൂഹത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു. പവിത്രന്റെ കുടുംബത്തിലേക്ക് ദുരന്തങ്ങൾ കടന്നു വരികയായി. അമ്മ, എനിക്ക് വിശക്കുന്നു. എനിക്ക് എന്തെങ്കിലും കൊണ്ടുവാ. കൊണ്ടുപോകാനാണ്. തിന്നാൻ പറ്റുന്നില്ല. അമ്മേരെ മോനെ അമ്മ വാരിത്തരണ. ഇതാ കഴിക്കും. മോനെ, അമ്മയുടെ ഈ കൈ കൊണ്ട് നിനക്ക് എത്ര ചോറ് വാരി തന്നിട്ടുള്ളതാടാ ഞാൻ. ഓരോ അമ്മമാർക്കും അവരുടെ മക്കളെന്നും കുഞ്ഞുങ്ങൾ തന്നെയാടാ. മോൻ കഴിക്കും. നമുക്കിത് വേണ്ടട മോനെ. അമ്മയുടെ കയ്യിൽ ഒരു പൈസ തരാം. ഒരു 10 രൂപ പോലെ അമ്മയുടെ കയ്യിൽ തന്നെ. നീ എന്താ ചിക്കന് നോക്കണേ? അതിന് വിട്ടിട്ട് തരാൻ പറ്റില്ല. മര്യാദയ്ക്ക് വരുന്നോ? ഞാൻ നിർത്തിയെടുക്കും.
പറ്റില്ല. പാടിയതമ്മ താലോലം ആട്ടിയതമ്മ ഞാനുറങ്ങണ നേരത്ത് രാവറിയാതിരുന്നതമ്മ ഞാനുറങ്ങണ നേരത്ത് നോവറിയാതിരുന്നതമ്മ രാരീരാരോ രാരീരം രാരീരാരോ രാരീരം രാരീരാരോ രാരീരം രാരീരാരോ. വളരെ വേദന നിറഞ്ഞ ഒരു സംഭവമാണ് നമ്മുടെ ഗ്രാമത്തിലുണ്ടായത്. മദ്യം മൂലം ഒരു കുടുംബമാണ് ഇല്ലാതായത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല. ആന്റണി, ലഹരിക്കെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? നമ്മുടെ ഓരോ കുടുംബത്തിൽ നിന്നും ലഹരിക്കെതിരെയുള്ള മുദ്രാവാക്യം ഉയരണം. അതെ, വീടുകളിൽ നിന്നും തുടങ്ങണം. നമ്മൾ നാട്ടിലുള്ള ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തണം. നന്നായി, നിങ്ങളുടെ തീരുമാനം വളരെ നല്ലതാണ്. ഒരമ്മമാർക്കും ഇന്ദ്രേച്ചിയുടെ പോലുള്ള ദുരന്തമുണ്ടാവരുത്. അതിനായി നമുക്ക് ഓരോരുത്തർക്കും ലഹരിക്കെതിരെ പോരാടുന്ന യോദ്ധാവാവണം. പവിത്രൻ എന്നോടൊപ്പം വന്നിട്ടുണ്ട്. പവിത്രൻ എന്തോ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. പവിത്ര, എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കും. എൻ്റെ അമിതമായ മദ്യപാനം കാരണം നമ്മുടെ ഈ നാട്ടുകാർക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. പിന്നെ ഇവിടെ വായനശാലകളാണ് വേണ്ടത്, അല്ലാതെ മദ്യശാലകളല്ല. പവിത്രന് ആരും ഇല്ലാതായിട്ടില്ല. ഞങ്ങൾ എല്ലാവരും പവിത്രന്റെ കൂടെ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വായനശാലയ്ക്ക് വേണ്ടി ഒപ്പിട്ട് തരാൻ ഞാൻ തയ്യാറാണ്. ഇവിടെ വായനശാലകളാണല്ലോ വേണ്ടത്. പക്ഷെ എനിക്കൊരു കാര്യം കൂടി ചെയ്തു തരണം. വായനശാലയുടെ പേര് എന്റെ ഇന്ദിരയുടെ പേർക്കായിരിക്കണം. ഇന്ദിരയുടെ പേരിലായിരിക്കണം വായനശാല അറിയപ്പെടേണ്ടത്. തീർച്ചയായും ഗ്രാമത്തിൽ ഉയരുന്ന വായനശാലയ്ക്ക് ഇന്ദിരാ പവിത്ര സ്മാരക വായനശാല എന്നായിരിക്കും അറിയപ്പെടുക. എല്ലാം നല്ലതിനായിരിക്കട്ടെ. ഇവിടെ ആരും ഒറ്റപ്പെടുന്നില്ല. എല്ലാവരെയും നാം ചേർത്ത് പിടിക്കും. അതെ, എല്ലാവരെയും നാം ചേർത്ത് പിടിക്കും. നമ്മൾ